പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഡെൻസി എന്നാണ് പേര്. ഹായ് ഡെൻസി. ഹലോ ചേച്ചി. ഇന്ന് മദേഴ്സ് ഡേ കൂടിയാണല്ലോ, അപ്പൊ ഹാപ്പി മദേഴ്സ് ഡേ. ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന്. സിന്ധു ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡെൻസി ബൈ പ്രൊഫഷൻ എന്താണ് ശരിക്കും? ഞാൻ ബൈ പ്രൊഫഷൻ നേഴ്സാണ്. പക്ഷെ ഇപ്പം ഒരു 11 വർഷമായിട്ട് നേഴ്സിംഗ് കംപ്ലീറ്റ് നിർത്തി. കാരണം ഈ ഒരു സംരംഭം തലയിൽ വന്നതുകൊണ്ട് നമ്മളിപ്പോ ഇതിന്റെ ഫുൾ ഓളിനോളാണ്. ഇത് ശരിക്കും റെസ്റ്റോറന്റ്? ഇത് റെസ്റ്റോറന്റ്. അത് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു ബാർ ആയിരുന്നു, ഇംഗ്ലീഷ് രീതിയിലുള്ള ഇതായിരുന്നു. പിന്നെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ ആക്കി. നമുക്ക് പതുക്കെ നടന്നാലോ, എല്ലാം കാണുകയും ചെയ്യാലോ. ഇപ്പൊ എത്ര വർഷമായി ഡെൻസി? ഇത് ഞങ്ങളിത് 6 വർഷം കഴിഞ്ഞു. 2020 കോവിഡിന്റെ സമയത്താണ് എടുത്തത്. അതിനുശേഷം ഫുഡ് ചെയ്ത് എല്ലാം ഇങ്ങനെ ഈ രീതിയിലാക്കി കൂടുതലായിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്? നമുക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷുകാരാണ് കൂടുതലായിട്ട് വരുന്നത്. ഇന്ത്യൻസ് ഉണ്ട്, പക്ഷെ എങ്കിലും എന്നാലും മോസ്റ്റ്ലി വരുന്നത് ഇംഗ്ലീഷുകാരാണ് ഇവിടെ. പക്ഷേ ഉണ്ടല്ലോ, ഇംഗ്ലീഷുകാർ വന്നാൽ ഈ ഏരിയ ചൂസ് ചെയ്യുന്നത്. ഇത് റിത്തുൽ റെസ്റ്റോറന്റ് എന്നാണ് ഇതിന്റെ പേര്. ഇതിനകത്ത് മെയിൻലി കേരള ഫുഡാണ്. അവര് വന്ന് ചോദിക്കുന്നത്, കാരണം ഞങ്ങൾ ഇവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അവര് വന്നിട്ട് ചോദിക്കുന്നത് കപ്പയും മീൻകറി, മസാല ദോശ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. മീൻകറി നമ്മൾ വെക്കുമ്പോ അല്പം സ്പൈസി, ഒരു കപ്പയും മീൻകറിയുടെ കൈ കൊണ്ട് തന്നെ കഴിക്കും. സ്പൂണില്ലാതെ കഴിക്കുന്നവരുണ്ട്, നമ്മളെ കഴിഞ്ഞ് വൃത്തിയായിട്ട് അവർ കഴിക്കും. അതൊരു പുതിയ അറിവാണ്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മുടെ ഒരു തനി നാടൻ ഭക്ഷണം തന്നെയാണ് ഇവിടെ ഒരുക്കുന്നത്. ഇവിടുത്തെ ഷെഫുമാരെല്ലാരും നല്ല സൂപ്പർ ഷെഫുമാരാണ്. അതുകൂടാണ്ട് ഇവിടുത്തെ ഒരു ഷെഫ് നല്ല സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കും. ഇവിടെ അതിന്റെ ഒരു സാമ്പിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുവാണല്ലേ? എല്ലാം നമ്മളിങ്ങനെ ഓരോ ഒക്കേഷൻ നമ്മൾ ഇതിങ്ങനെ ചെയ്യും. ഇതിപ്പോ മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മൾ പിങ്ക് യൂസ് ചെയ്തു. പിന്നെ ഇപ്പൊ വാലന്റൈൻസ് ഡേ അങ്ങനെ ഡെക്കറേഷൻസ് അതിന്റേതായ രീതിയിൽ നമ്മൾ വേറെ ചെയ്യും. പിന്നെ നമ്മൾ ഇത് കൂടാതെ നമുക്ക് അവിടെ വേറെ ഒരു ഫംഗ്ഷൻ റൂം ഉണ്ട്. കാണാം. അവിടെ നമ്മളിങ്ങനെ ഫുള്ള് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഒരു 150 പേരുടെ ബുക്കിംഗ് ഉണ്ട് മദേഴ്സ് ഡേക്ക്. അത് കൂടുതൽ ഇംഗ്ലീഷ് ഡെക്കറേഷൻസ് ഒക്കെ ആന്റി തന്നെയാണ്. എല്ലാം നമ്മളും സ്റ്റാഫ് കൂടെ കൂടിയിട്ടാണ്. പിന്നെ ഉണ്ടല്ലോ, ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഇവളുടെ മക്കളാണ്. അവരാണ് ഇവളുടെ വിജയം. ഇവിടുത്തെ പിള്ളേരെല്ലാവരും ഇവളുടെ വിജയത്തിന് പിന്നിൽ അവരാണ് ഇവളുടെ പില്ലേഴ്സ്. എല്ലാം അങ്ങനെ എന്താ പറയണ്ടത്, നമ്മളിങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല, ഒരു കുടുംബം പോലെ. കാരണം എല്ലാവരും നാട്ടിൽ നിന്ന് അപ്പനും അമ്മയും എല്ലാവരും അവിടെ കിടക്കുന്നു. അപ്പൊ നമ്മൾ ശാസിക്കാനും ശിക്ഷിക്കാനും നല്ലത് പറയാനും തിരുത്താനും എല്ലാം ഒരു. അതുപോലെ എന്ത് ഒക്കേഷൻ വന്നാലും അവസാനം ഇവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പോവാറുണ്ട്. നമ്മളോട് കുക്ക് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മളൊരു ചേഞ്ചിന് വേണ്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാവരുടെ ആവശ്യമായിട്ടിരുന്ന് കഴിക്കും. അത് നല്ലൊരു അനുഭവമാട്ടോ. ഇംഗ്ലീഷുകാർക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് സെർവ് ചെയ്യാനുള്ളത്. അവര് സാധാരണ ഫുഡ് കഴിക്കുന്നത് അതെ, ചിക്കൻ ചിക്കൻ മസാല ഒക്കെയാണ് അവരുടെ എല്ലാവർക്കും പൊതുവെ അറിയാം. നമ്മളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോഴേ പറയും സൗത്ത് ഇന്ത്യൻ ആണ്, പ്രോപ്പർ സൗത്ത് ഇന്ത്യൻ ആണ്, ഇത്തിരി എരിവുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എരിവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞേക്കണം എന്ന് പറയും. അപ്പൊ അവര് നേരത്തെ ഇങ്ങോട്ട് പറയും. പക്ഷെ ഇവിടെ വരുന്ന ഒരുമാതിരിപ്പെട്ടവരൊക്കെ തന്നെ നമ്മളുടെ ഒന്നുകിൽ കേരളത്തിൽ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുള്ളവരെ സാധാരണ വരാറ്. അതുപോലെ ഒക്കേഷനിലൊക്കെ നമ്മൾ ഇവിടെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. കാരണം അവര് നേരത്തെ വന്ന് ഒക്കിപ്പേ ചെയ്യും. നമ്മളോടല്ല, നമ്മൾ താമസിച്ചല്ലേ അവരുള്ളൂ. അവര് നേരത്തെ അവര് കറക്റ്റ് ടൈമിൽ നമ്മൾ ഇതിനകത്ത് ശരിക്കും പാർട്ടീസ് പോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. ബർത്ത്ഡേ പാർട്ടി ഇപ്പൊ ഒരു 26 പേരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡായിട്ട് കൊടുക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറന്റ്. ഇതിനകത്ത് ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നു. ഇവരുടെ നല്ല ഹാർഡ് വർക്ക് ആണ് കേട്ടോ ഇത്. ഈ കെട്ടിടം ഇവർക്ക് കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിനകത്ത്, ഒന്നുമില്ല. ജസ്റ്റ് ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ഇവരിതിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വുമൺ അല്ലെങ്കിൽ ഒരു മദർ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ. വേറെ സംഭവങ്ങളുണ്ട് കേട്ടോ.
ഹസ്ബൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് ഇതിനുള്ള ആളാണ്. പുള്ളിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണിത്. അത് പറയുവാണെങ്കിൽ അതിനകത്ത് വേറെ ഒരു എന്താ പറയണ്ടേ, നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡ് പറഞ്ഞ പ്രവീണ് ആള് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നിന്നാണ് മാൽദീവ്സിലാണ് വർക്ക് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് UK വരുമ്പോൾ നമ്മുടെ മലയാളിക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി ഒരു ഇതുണ്ടാവില്ല. അതും ഒരു ഹയർ പൊസിഷൻ ഇരുന്നാൽ വന്നു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് എന്റെ താല്പര്യമായിരുന്നു ഇവിടെ വന്നിട്ട് വേറൊരു ജോലിയും പറ്റില്ല, ഹോട്ടൽ ഫീൽഡിൽ തന്നെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നഴ്സിംഗ് ഹോമിൽ നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ ഹോട്ടലിൽ വന്നിട്ട്, അതായത് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ ഹോട്ടലിൽ വന്നിട്ട് ഇന്റർവ്യൂ ചോദിച്ചു നോക്ക്, അവർ ജോലി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇതിന്റെ ഈ പുറത്തൊരു ബെഞ്ച് ഉണ്ടായിരുന്നു, ആ ബെഞ്ചിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്നു. പേപ്പർ വർക്കുകൾ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, സോറി വി കാൺ ഗീവ് ദ ജോബ് ബിക്കോസ് യു ആർ ഓവർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ജോലി കിട്ടാണ്ട് പോയി വന്ന് ഫസ്റ്റ് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് വരുമ്പോ ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഹോട്ടലാണ്. അല്ലല്ല, അതിനകത്ത് ഇത് അന്ന് ഡെൻസി നന്നായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി. അന്ന് അവള് പ്രതിജ്ഞ എടുത്തു, എങ്ങനെയെങ്കിലും ഒരു സാമ്രാജ്യം ഉണ്ടാക്കണം. ആ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതുകാട് സാറൊക്കെ പറയുന്നത് പോലെ ഒരുപാട് സ്വപ്നം കാണുക അല്ലെ, പരിശ്രമിച്ചതിന് ശേഷം ഒരു വിജയം ഉണ്ടാകുന്നുള്ള സാറിന്റെ വാക്ക് സാറിന് വരാനും സാധിച്ചല്ലേ. അത് വലിയൊരു എന്താ പറയണ്ടേ, ഞങ്ങളുടെ ഒരു പറയാ വാക്കുകളില്ല അതിന്. അത് വന്ന് കാണാനും അത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരിക്കലും ജീവിതത്തിൽ എന്താ പറയണ്ടേ, നമുക്ക് അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു കാര്യമല്ലേ നമ്മുടെ ഹോട്ടലിൽ താമസിക്കാൻ. അതാണ് സാറിനെ നോക്കി എന്താ പറയണ്ട, ഇപ്പൊ ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പം പരിചരിക്കാനുള്ള ഒരു സ്വന്തം ഒരാളെന്നുള്ള രീതിയിൽ പരിചരിക്കാനായിട്ടുള്ള ഒരു യോഗം കിട്ടിയത് വളരെ സന്തോഷം. അതിന് ഇവരാണ് ഇടയുണ്ടാക്കിയത്. അതെ, അതിന് പ്രത്യേകം നന്ദി ലിസി ചേച്ചിക്കും സിജിക്കും അതുപോലെ സൂസനും. ഞങ്ങള് പരിചയപ്പെടുന്നെന്ന് പറഞ്ഞത് ഇതാ സൂസന് വഴിയാണ്. ഞങ്ങള് തമ്മിൽ ഇന്നും ഇന്നലെയുള്ള റിലേഷൻഷിപ്പ് അല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരേ നാട് ഒരുമിച്ച് നഴ്സിംഗ് പഠിച്ചത് അങ്ങനെയുള്ള ഒരു ജീവിതയാത്രയാണ്. ഈ മദേഴ്സ് ചാരിറ്റിക്ക് ഇങ്ങനെ ഗോപി സാറിനെ കൊണ്ടുവരാനായിട്ടൊരു അവസരം തന്ന ഷാൻ പ്രോപ്പർട്ടീസിനോട് തീരാത്ത കടപ്പാടാണ്. ഷാൻ എന്ന് പറഞ്ഞ ഒരു മഹാവ്യക്തി ഞങ്ങൾ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഗോപി സാറിനോട് കൊണ്ടുവരാനായിട്ട്, കാരണം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പം ഷാനോടും ഷാൻ പ്രോപ്പർട്ടീസിനോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. ഷാൻ, ഹലോ, നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോയാലോ? അപ്പൊ നമ്മുടെ റിസപ്ഷൻ ആണിത് അല്ലേ? അതെ, നേരെ ഇങ്ങനെ കയറി വരും. കയറി വന്ന് ഇവിടെ ഇപ്പൊ റൂമില് നമ്മൾക്ക് ഇവിടെ 15 റൂമുണ്ട്. അപ്പൊ അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ മുകളിൽ 5 റൂമുണ്ട്, പിന്നെ അല്ലാതെ വേറെ അപ്പുറത്ത് സ്റ്റേബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 റൂമുണ്ട്. അപ്പം ഫസ്റ്റ് ഇവിടെ വരുമ്പം ഇവിടെ വന്ന ആൾക്കാര് നമ്മള് രജിസ്റ്റർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പേയ്മെന്റ് എടുത്ത് കാർ രജിസ്ട്രേഷൻ ഒക്കെ ഇട്ട് കീ കൊടുത്ത് അങ്ങനെ അതുവഴി റൂമിലേക്ക് മുകളിലേക്ക് പോകും. പിന്നെ ഇത് ജോർജി, അത് പഞ്ചമി, ഇത് ഞങ്ങളുടെ ഒരേ ഒരു മോൻ ഋതുൽ, അവന്റെ പേരാണ് ഇവിടെ റെസ്റ്റോറന്റ് ഇട്ടിരിക്കുന്നത്. അതെ, അതാണ് ഇതിന്റെ ഒരു ഇത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഷെഫ് കേക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ, അത് ഷെഫ് ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കും. സിജി നോട്ട് ദ പോയിന്റ്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ. അതെ, അത് കൂടാതെ ഫംഗ്ഷൻ റൂം ഉണ്ട്. പിന്നെ വളരെ ക്വയറ്റ് ഏരിയ. അതെ, ഇത് സാധാരണ ഒരു അങ്ങനെ ടൗൺ അല്ല, ടൗൺ വിട്ടിട്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെ അങ്ങനെയുള്ള ഒരു ഇതായതുകൊണ്ട് അങ്ങനെ ഒരു ഫുള്ള് സെറ്റപ്പാണ്. അതാണ് നമ്മള് മദേഴ്സ് ഡേക്ക് ആഫ്റ്റർനൂൺ ടീ ഉണ്ട്, അല്ലാതെ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡും ഉണ്ട്. അപ്പം നമ്മള് മദേഴ്സ് ഡേയിൽ ആഫ്റ്റർനൂൺ ടീക്ക് ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ടേബിളിനും ഒരു ഹാമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ മേടിച്ചിട്ട് നമ്മൾ തന്നെ ഡെക്കറേറ്റ് എല്ലാം അറേഞ്ച് ചെയ്തതാണ്. ഇന്നത്തെ മദേഴ്സ് ഡേ സ്പെഷ്യൽ ഹാമ്പർ അല്ലേ? ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡെൻസിയുടെ ഒരു സ്നേഹം ഒഴി നടക്കുന്നുണ്ട്. ഇന്ന് നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് നമ്മുടെ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? ഞങ്ങൾ മൊത്തത്തിൽ ഓരോ ഒക്കേഷൻ ഓരോന്ന് വരുമ്പോൾ അതിൻ്റെതായ ചെറിയൊരു ടച്ച് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു കൊണ്ടുവച്ചു, ഇവിടെ ഒരു ചെറിയൊരു ഇത്, ഇങ്ങനെ ചെറിയ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നോക്കുമ്പോൾ ഒരു വ്യത്യാസം. മുന്നോട്ട് പോകുന്നു.
ഇത് പബ് ഏരിയ ആണ്. ഇത് മെയിൻ ബാർ. വൈകുന്നേരം ആൾക്കാരുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടേക്ക് ഇനി സ്ഥലമുണ്ടോ? അതെങ്ങനെ സ്ഥലമുണ്ട്. ഇത് തിരക്കില്ല. ഞങ്ങളിങ്ങനെ ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് അങ്ങനെ നാട്ടിലെ പോലെ മാനേജർ മുതലാളി അങ്ങനത്തെ ഒന്നും ഇല്ല. ഇതാണ് ഡെൻസിയുടെ ഒരേ ഒരു ഭർത്താവ്, ബിസിനസ്മാൻ പ്രവീൺ. ഞങ്ങൾ പറയുമായിരുന്നു പ്രവീൺ ഇന്നിപ്പോ മദേഴ്സ് ഡേ സ്പെഷ്യൽ ആണല്ലോ ശരിക്കും. അപ്പൊ അന്ന് ആ ഒരു ദിവസത്തിൽ തന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും അമ്മ എന്നുള്ള രീതിയിലും വിജയിച്ചു നിൽക്കുന്ന ഒരു ഫീൽഡിൽ നമുക്ക് ഡെൻസിയുടെ തന്നെ ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഇങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷം. വളരെ സന്തോഷം ചേച്ചിയും എല്ലാവരും വന്നതിന്, ഇന്നൊരു ദിവസം ഇവിടെ വന്നതിന്. അതുപോലെ മുതുകാട് സാർ വന്നതും ഭയങ്കര മദേഴ്സ് ഡേ പോലെ ആയിരുന്നു. കറക്റ്റ്. ശരിക്കും നമ്മളിവിടെ ഒരു നോട്ടിംഗ്ഹാംഷെയർ ഇതിന്റെ ഒരു നോർത്ത് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ ഈ ബിസിനസ് ഓരോ അവാർഡ് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഞങ്ങൾക്കിപ്പോ ഒരു 3 തവണ ബെസ്റ്റ് ഹോട്ടലിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ വർഷത്തെ ബെസ്റ്റ് ബിസിനസ് വുമന്റെ ഫൈനലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ സെറമണി 2 ദിവസം കഴിയുമ്പോൾ 20-ാം തീയതി അതിന്റെ സെറമണിയാണ്. ലക്കുണ്ടെങ്കിൽ All the very best. All the very best. You will be the winner. ഇപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോകാല്ലേ? അടുത്ത ലൊക്കേഷൻ നമുക്കിവിടെ ഫംഗ്ഷൻ റൂം ഉണ്ട്. അത് ഇതിൽ നമ്മളിങ്ങനെ പോകാന്ന് പറഞ്ഞാൽ ഇതൊരു 250 വർഷം പഴക്കമുള്ള. അപ്പം ഒരു നൈസ് പോലെ എത്തിയ ഫോൺ എത്തിയോ എന്നത് അറിയത്തില്ല. ഇവിടെയാണോ താമസ സൗകര്യം? ഇവിടെ മുകളിലാണ് 5 റൂം ഉള്ളത്. 1 to 5. ഇവിടെയാണോ ഇന്നലെ മുതുകാട് സാർ മുകളിലായിരുന്നു താമസിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇത് ഈ ബിൽഡിങ്ങിന്റെ ഒരു ഫീച്ചർ. അതൊക്കെ ഇവിടെ പഴയ ഓൾഡ് ഈസ് ഗോൾഡ്. അത് തന്നെ. ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അതെ അതെ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. റിതുൽ ഇന്ത്യൻ റെസ്റ്റോറന്റ്, ഹോട്ടൽ. മോന് എത്ര വയസ്സായി? മോന് 11 വയസ്സായി. 8 വർഷം കഴിഞ്ഞിട്ടുണ്ടായ അവൻ വളർന്ന് ഇതിനകത്താണ്. അതെ, ഞങ്ങള് എടുത്ത സമയത്ത് ഇവിടെ എടുക്കുമ്പോ അവന് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ വർഷങ്ങളിലൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. കാരണം കോവിഡ് അല്ലായിരുന്നു. അപ്പൊ കോവിഡ് ആയിരുന്നപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് എല്ലാം അടച്ച് ഇത് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ പിന്നെ ആ സമയത്ത് നമുക്ക് എല്ലാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കാരണം എന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയണ്ടേ, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇട്ടിരിക്കുവായിരുന്നേ. അത് പിന്നെ ഹോട്ടൽ തന്നെയായിരുന്നോ? എല്ലാം തന്നെ അതെ. ഇത് പക്ഷെ ഫസ്റ്റ് നമ്മൾ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ബാക്കിൽ ഒത്തിരി ഹിസ്റ്ററി ഉണ്ട് ഈ ബിൽഡിങ്ങിന്റെ. വേൾഡ് വാറിന്റെ സമയത്ത് ഇവിടെ ഒരു സോൾജേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത സ്ഥലമാണ്. അങ്ങനെയാണ് അവിടെ ബാക്കിലുള്ള ബിൽഡിങ്ങിന് സ്റ്റേബിൾസ് എന്ന് പറഞ്ഞത്. കാരണം കുതിരകളെ പാർപ്പിക്കാനുള്ള സ്ഥലത്തിന് സ്റ്റേബിൾസ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്തായിരുന്നു അവിടെ കുതിരകളെ ചെയ്യുന്നത്. അപ്പൊ അവരതിനെ ഇതെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് റൂംസ് ആക്കിയിട്ട് അതിന് സ്റ്റേബിൾസ് എന്ന് പേരിട്ടു. അപ്പൊ നമ്മള് പറയുമ്പോ സ്റ്റേബിൾസിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അവര് പിന്നെ അങ്ങനെ പിന്നെ ഒരു ഫാമിലി ഇതിനകത്ത് താമസിച്ചിട്ട് പിന്നെ അതങ്ങനെ പിന്നെ ഹോട്ടലായിട്ട് അങ്ങനെ മാറി നമ്മള് ശരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ഫാമിലിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മളെ പോലെ ഒരു ഫാമിലി റൺ ബിസിനസ്. അതെ. പിന്നെ അത് കൂടാതെ അതിന്റെ പുറത്തൊരു 4-5 ഏക്കറോളം സ്ഥലമുണ്ട് മൊത്തത്തില്. ഇനി അവിടെ കുറെ നന്നാക്കാനുണ്ട്. പണി കുറെ സ്ലോലി. ഇത് സാധാരണ നമ്മളിവിടെ ഉണ്ടല്ലോ ഫംഗ്ഷൻ വരുമ്പോ ഫംഗ്ഷൻ റൂം അവിടെയാണ്. ഇവിടെ നമ്മൾ ബൊഫേ സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളിവിടെ എൻട്രൻസ് ആയിട്ട് കൊടുക്കും. ഇപ്പൊ വെഡിങ് ഒക്കെ വരുവാണെങ്കിൽ നമ്മള് വെഡിങ് ഇവിടെ ഉള്ളതാണ്. നമ്മള് ഫംഗ്ഷൻ റൂമിൽ വെഡിങ് ചെയ്യുന്ന. അപ്പൊ ആ സമയത്ത് ഇതുവഴി എൻട്രൻസ് വെച്ചിട്ട് ആൾക്കാർ ഇവിടെ വന്ന് അങ്ങനെ ഉള്ളിലേക്ക് കയറും. വെൽക്കം ഡ്രിങ്കും വെൽക്കം ഡ്രിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നതാണ്. പല കളേഴ്സിൽ വെക്കും. ഡ്രിങ്ക്സ് അതെല്ലാം ഗ്ലാസ് അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആൾക്കാർ വരുമ്പോ ഏത് സീറ്റിലാന്ന് നോക്കേണ്ടത് കഴിയാൻ വേണ്ടി നമ്മൾ വരിക, ഡ്രിങ്ക്സ് എടുക്കുക, പോകുക, അവിടെ നോക്കുക, ഏത് ടേബിളിലാണ് ആവശ്യം എടുത്തിട്ട് കയറുക. അതുപോലെ തന്നെ ഗാർഡൻ നമുക്ക് ഗാർഡൻ നമ്മള് സമ്മറിലെ ഗാർഡൻ പാർക്കിയൊക്കെ ചെയ്യുന്നതാ. ഇത് പക്ഷെ ഇപ്പൊ നമ്മള് വിന്റർ ആയിരുന്നല്ലോ, നമുക്ക് ചെയ്തില്ല. അത് നമ്മള് വെഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇവിടെ സെറമണിക്ക് നമുക്ക് ലൈസൻസ് ഉണ്ട്, വെഡിങ് സെറമണിക്ക് ഇംഗ്ലീഷിന്റെ. അപ്പം രജിസ്ട്രാർ ഇവിടെ വരും, ഇവിടെ വന്ന് സെറമണി ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മളത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വെതർ നല്ലതാണെങ്കിൽ സമ്മർ ടൈമിലൊക്കെ അങ്ങനെ കിട്ടും. പിന്നെ ഗാർഡൻ പാർട്ടി അങ്ങനെ ഓരോ പരിപാടികൾ വെക്കും.
ഇതാണോ ഇതാണ് സർപ്രൈസ്. സർപ്രൈസ് തന്നെയാണല്ലോ ശരിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡെൻസിയുടെ ഒരു ഐഡിയ ആയിരിക്കും അല്ലെ? അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നല്ലേ? സാധാരണ നമ്മള് ഹോട്ടലുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആൾക്കാരെ വെച്ചിട്ട് ചെയ്യിപ്പിക്കും. പക്ഷെ നമ്മള് എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മൾക്കിത് ചെയ്തുകൂടാ. അപ്പൊ ഒരു തവണ അവര് ചെയ്തതിനെ ഞാൻ കണ്ടിട്ട് നോക്കിയിട്ട് പിന്നെ എല്ലാം നമ്മളുടേതായ രീതിയിൽ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് തന്നെ സ്വന്തമായിട്ട് ഓരോ ഐഡിയയില് ഇന്നിപ്പോ മദേഴ്സ് ഡേക്ക് ഇത് അവിടെ മുഴുവൻ ഫുള്ളാണ്. ഇതിപ്പോ ശരിക്കും ഒരു പിങ്ക് തീമാണല്ലേ ഇത്? അതെ അതെ, മദേഴ്സ് ഡേയുടെ ഒരു ഇതായതുകൊണ്ട് ഇന്ന് ഫുള്ള് ബുക്കിംഗ് ആണ്. ഫുള്ള് ബുക്കിംഗ്. ഇതിനകത്ത് ഫുള്ളാ, ഇതും ഫുള്ളാ, റെസ്റ്റോറന്റും ഫുള്ളാ. റെസ്റ്റോറന്റിൽ 2 സിറ്റിംഗ് ഉണ്ട്. രണ്ട് നമ്മൾ ഒന്നുകൂടെ റീസെറ്റ് ചെയ്യണം. ഈ ടേബിൾസ് എല്ലാം ഇന്ന് 12 മണിക്കാണ് നമ്മൾ സാധാരണ തുറക്കുന്നത്. പക്ഷെ 12 വരുന്ന ടേബിളുകൾ അവിടെ, ഇവിടെ കൂടുതലും 1 മണിക്കുള്ള ടേബിളുകളാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പൊ ഇവിടെയും ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ടോയ്ലറ്റ് അല്ലേ? എന്ത് രസമല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. അത് 2 തരത്തിലുണ്ട്. അതായത് ഇവിടെയാണ് നമ്മൾ ആഫ്റ്റർനൂൺ ടീ എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ് സാൻഡ്വിച്ച്, കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് അവര് ചായ, കാപ്പി, സാൻഡ്വിച്ച്, കേക്ക് അതാ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സെറ്റിങ്സ് ഇതുണ്ട്, അത് ഡിഫറെന്റ് ആണ്. ശരിക്കും എല്ലാ ഫുഡും ഇവിടെ തന്നെ. അതെ, എല്ലാം നമ്മള് ക്യൂട്ട് അല്ലേ? നമ്മളൊരു കുഞ്ഞു ബേബി പോലെ തോന്നണല്ലേ? അതെ അതെ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. ഇതെല്ലാം ചുമ്മാ വെറുതെ നമ്മൾ തന്നെ വെറുതെ ഒരു പൂ മേടിക്കുക, സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. പൂ ഉണ്ടാക്കിയതല്ല, പൂ വാങ്ങിച്ചത്. ആ ഒരു ചെറിയൊരു സെറ്റ്. ഈ ടേബിൾസ് എല്ലാം ഒരേ അല്ല, ഡിഫറെന്റ് ഉണ്ടല്ലേ? കുറച്ച് ഡിഫറെന്റ് ആണല്ലേ? ടേബിളും ഡിഫറെന്റ് ആണ്. നമ്മൾ ഓരോരോ സാധനങ്ങൾ മാറ്റി മാറ്റി വെക്കും. ഉള്ളതനുസരിച്ച് നോക്കുമ്പോൾ ഒരു ഇച്ചിരി ചേഞ്ചിന് വേണ്ടി. ഇപ്പൊ ഇത് കണ്ടില്ലേ ലിസ്റ്റ്? ഇപ്പൊ ഒരു 3 പേരുള്ള ഫാമിലി ഒരു ടേബിൾ. അതിന് ചെയറുകളുടെ എണ്ണം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അവര് വരുമ്പോ അവര് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. റിസർവ്ഡ് ആണ്. അപ്പൊ നമ്മൾ വരുമ്പോൾ പറയും, പേര് ചോദിക്കും, ടേബിൾ നമ്പർ എത്രയാന്ന് പറയും. അപ്പൊ അവരോട് പറയും എങ്ങനെ പോകണം എന്നുള്ളത് പറയും. പിന്നെ സ്റ്റാഫ് അവിടെ നിന്നിട്ടുണ്ടാവും. അങ്ങനെ നിന്നിട്ട് ഇന്ന ടേബിൾ എന്ന് പറയും. അവര് വന്നിരിക്കും. നിങ്ങൾ താമസിക്കുന്ന എവിടെയാ? നമ്മൾ ഇവിടുന്ന് ഒരു 2 മിനിറ്റ് ഡ്രൈവ്. അതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ ഡെൻസിക്കും ഇങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ബിസിനസ് ഒക്കെ ഹസ്ബൻഡിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ? ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ കുഴപ്പമാണെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് ലൈഫില്ല, അതാണ് ഒരു ഇത്. പിന്നെ നമ്മൾ വീട് ഇവിടെ അടുത്തായതുകൊണ്ടും പിന്നെ നമുക്ക് പിള്ളേരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നുന്നില്ല. അതായത് അവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പോവാം. പോകുന്നതിന് കുഴപ്പമില്ല, അവര് തന്നെ നോക്കിക്കോളും, എല്ലാം നോക്കി ചെയ്യും. പിന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് ഓടി വരിക. പിന്നെ ഇപ്പൊ ഇതിനകത്ത് ചെയ്ത് നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് ആയി. പിന്നെ അതൊരു ഇങ്ങനെ കാണുമ്പോഴും ഓരോരുത്തർ വന്ന് ഇങ്ങനെ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം. നമ്മൾ ചെയ്യുന്നത് എന്തോ നല്ലതാണല്ലോ എന്നുള്ളതെന്ന്. പ്രത്യേകിച്ച് മുതുകാട് സാറ് വന്ന് ഇവിടെ വന്നതെല്ലാം കണ്ടപ്പോൾ സാറേ ഞെട്ടിപ്പോയി. സാറ് വാവോ എന്ന് പറഞ്ഞിട്ട് പോയി. അത് തന്നെ അതൊക്കെ നമുക്കൊരു അപ്രീസിയേഷൻ ആണല്ലോ. അതൊക്കെ കാണുമ്പോൾ ഇനിയും ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം കൂടുതലുണ്ടാവും. അപ്പൊ എന്റെ യൂട്യൂബ് കൂട്ടുകാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങണം, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഫെയിൽ ആയവർക്കൊക്കെ ഒരുപാട് ഹാർഡ് വർക്കിലൂടെ നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതിനൊരു തെളിവാണ് നമ്മുടെ ഡെൻസി. നമ്മുടെ എല്ലാവരുടെയും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ.